പലരും ചോദിക്കുകയാണ്, ഞാൻ ഒരുപാട് കാലമായി പ്രാർത്ഥിക്കുന്നു, എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്നത്? നമുക്ക് നോക്കാം. സൂറത്തുൽ ബഖറയിലെ 186 ആയത്തിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. വഇദാ സഅലക, നബിയെ താങ്കളോട് ചോദിച്ചാൽ, ഇബാദി എൻ്റെ അടിമകൾ, എത്ര സ്നേഹത്തോടു കൂടിയാണ് അള്ളാഹു പറയുന്നത് എന്ന് നോക്കൂ. എൻ്റെ അടിമകൾ ചോദിച്ചാൽ, അന്നി എന്നെ സംബന്ധിച്ച്, അള്ളാഹുവിനെക്കുറിച്ച് ചോദിച്ചാൽ പറയണം, ഫഇന്നി ഖരീബുൻ, ഞാൻ അവരുടെ അടുത്തു തന്നെയുണ്ട് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല 7 ആകാശങ്ങൾക്ക് മേലെ അർശിലാണ്. പക്ഷേ അതേസമയം അള്ളാഹു അവൻ്റെ അറിവ് കൊണ്ടും അവൻ്റെ കേൾവി കൊണ്ടും കാഴ്ച കൊണ്ടും അവൻ്റെ ഖുദ്റത്ത് കൊണ്ടും സൃഷ്ടികളോട് അടുത്ത് നിൽക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്, ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ, പ്രാർത്ഥിക്കുന്ന ഒരാൾ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ അതിന് ഉത്തരം നൽകാം. സുബ്ഹാനല്ലാഹ്, വളരെ വലിയ ഒരു വാഗ്ദാനമാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നത്. അള്ളാഹു പറയുന്നത്, ഞാൻ നിങ്ങളുടെ സമീപത്തുണ്ട്, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിച്ചോളൂ, ഞാൻ ഉത്തരം തരാം. ഇതിനേക്കാൾ വലിയ സമാധാനം നൽകുന്ന ഒരു വാക്ക് വേറെ ഏതാണുള്ളത്? പക്ഷേ 2 കാര്യങ്ങളെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. അതിനുശേഷം നിങ്ങൾ അപ്രകാരം ചെയ്യണം, എങ്കിലേ ഞാൻ ഉത്തരം നൽകുകയുള്ളൂ. അതിലൊന്ന്, ഫൽയസ്തജീബൂ ലീ, നിങ്ങൾ എനിക്കും ഉത്തരം നൽകണം. അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത് ഫൽയസ്തജീബൂ ലീ, അവർ എനിക്ക് ഉത്തരം നൽകട്ടെ എന്നാണ്. അഥവാ അടിമകൾ അള്ളാഹുവിന് ഉത്തരം നൽകട്ടെ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ വിളിക്കുന്നതിലേക്ക് നമ്മൾ ഉത്തരം നൽകണം. അള്ളാഹു എന്തൊക്കെയാണോ കൽപ്പിക്കുന്നത് അത് നമ്മൾ ജീവിതത്തിൽ അനുസരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ അള്ളാഹു നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, നാം അത് ചെയ്യണം. ഖുർആൻ അനുസരിച്ച് ജീവിക്കാൻ അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്, നാം അത് ചെയ്യണം. ഒരുപാട് ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല ആവശ്യപ്പെടുന്നുണ്ട്, നാം അപ്രകാരം ചെയ്യണം. അതാണ് എനിക്ക് ഉത്തരം നൽകണം എന്ന് പറഞ്ഞത്. ഈ വിഷയത്തിൽ നമ്മുടെ നിലപാട് എന്താണെന്ന് പരിശോധിക്കുക. അതേപോലെ തന്നെ വൽ യുഅ്മിനൂ ബി, അവർ എന്നിൽ വിശ്വസിക്കുകയും ചെയ്യട്ടെ, അഥവാ ശരിയായ ഈമാൻ ഉണ്ടാകട്ടെ. എങ്ങനെയുള്ള ഈമാനാണ്? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, വിശ്വസിക്കുകയും ആ വിശ്വാസത്തിൽ ദുൽമ് കലർത്താതിരിക്കുകയും അഥവാ ശിർക്ക് കലർത്താതിരിക്കുകയും വേണം. അപ്പോൾ അഖീദ ശരിയാക്കണം, നമ്മുടെ വിശ്വാസം ശരിയാക്കണം. അതിൽ ശിർക്ക്, കുഫർ, ചെറുതും വലുതുമായ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല.